വാക്കുകൾ കൊണ്ട് അമ്മാനമാടിയിരുന്ന ലോകത്തിലെ ഏറ്റവും മികച്ച പ്രാസംഗികരിൽ ഒരാളായിരുന്നു ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന സർ വിൻസ്റ്റൺ ചർച്ചിൽ. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആയിരുന്നു എങ്കിലും അദ്ദേഹത്തിൽ പാർലമെന്റിന് അത്രയ്ക്കൊന്നും വിശ്വാസമില്ലായിരുന്നു. യുദ്ധത്തിൽ പരാജയം മണക്കുമ്പോഴും ഒരിക്കലും കൈവിടാത്ത ആത്മവിശ്വാസം മാത്രം കൈമുതലാക്കി വിൻസ്റ്റൺ ചർച്ചിലിന്റെ നേതൃത്വത്തിൽ ബ്രിട്ടനും സഖ്യരാജ്യങ്ങളും ഉയർത്തെഴുന്നേറ്റ കഥയാണ് ഡാർക്കസ്റ്റ് ഹവർ. തന്റെ അപാരമായ നയചാതുരി കൊണ്ടായിരുന്നു വിൻസ്റ്റൺ ചർച്ചിൽ സഖ്യസേനയെ മുന്നിൽ നിന്ന് നയിക്കാൻ ഇംഗ്ലണ്ടിനെ പ്രാപ്തമാക്കിയത്. അക്ഷരാർത്ഥത്തിൽ ചർച്ചിലായി ഗാരി ഓൾഡ്മാൻ എന്ന നടന്റെ പകർന്നാട്ടമാണ് സിനിമയിൽ മൊത്തം. ജോ റൈറ്റിന്റെ സംവിധാന മികവ് തന്നെയാണ് ചിത്രത്തിന്റെ മുഖ്യ ആകർഷണം. ആന്റണി മക്കാർട്ടൺ തിരക്കഥ എഴുതിയ ചിത്രത്തിൽ ഗാരി ഓൾഡ്മാനെ കൂടാതെ ലിലി ജെയിംസ്, ക്രിസ്റ്റ്യൻ സ്കോട്ട് എന്നിവരും വേഷമിടുന്നു. അസാധാരണമായ പ്രസംഗങ്ങൾ, ആരിലും ഊർജം നിറക്കാൻ പാകത്തിലുള്ള ശക്തമായ ശരീരഭാഷ, ശരിക്കും ഗാരി ഓൾഡ്മാൻ ചർച്ചിലായി മാറുകയായിരുന്നു. യൂറോപ്പിൽ താണ്ഡവം തുടങ്ങിയിരുന്ന ഹിറ്റ്ലറെ തളക്കാൻ ആർക്കും കഴിയുമായിരുന്നില്ല. ജർമ്മനിയുമായി ഒത്തുതീർപ്പുകൾ വേണമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെയും കൺസർവേറ്റീവ് പാർട്ടിയുടെയും പൊതുവികാരം. എന്നാൽ ചരിത്രത്തിന്റെ ആ ദശാസന്ധിയിൽ ചർച്ചിൽ എടുത്ത തീരുമാനമാണ് ലോകചരിത്രം കീഴ്മേൽ മറിച്ചത്. ചർച്ചിൽ കരുതിയതുപോലെ എളുപ്പമായിരുന്നില്ല ജോലി. സ്വന്തം പാർട്ടിയിലുള്ളവർ തന്നെ തനിക്ക് എതിരായിട്ടാണ് നിലനിന്നിരുന്നത്. ചർച്ചിലിന്റെ പ്രവർത്തികൾ എല്ലാവരെയും പോലെ കൺസർവേറ്റീവ് പാർട്ടിയും ഉറ്റുനോക്കുന്നുണ്ടായിരുന്നു. അത് അദ്ദേഹത്തെ വല്ലാതെ അസ്വസ്ഥനാക്കുകയും ചെയ്തു. ചിത്രത്തിൽ 1940 കാലഘട്ടം തോന്നിപ്പിക്കാൻ ഉപയോഗിച്ച കളർ ടോണും ലൈറ്റിങ്ങും എടുത്തു പറയേണ്ട ഘടകങ്ങളാണ്. അസാധാരണമായ ഇച്ഛാശക്തിയും സ്ഥിരതയും സമ്മേളിച്ച ചർച്ചിലിനെ സ്ക്രീനിൽ ഉജ്ജ്വലമാക്കി ഗാരി ഓൾഡ്മാൻ. ആരെയും കൂസാത്ത, എന്നാൽ ഏതൊരാളും നേരിടാൻ ഭയക്കുന്ന ആത്മധൈര്യമുള്ള നേതാവായ ചർച്ചിലായി ഗാരി ഓൾഡ്മാൻ പകർന്നാടുകയായിരുന്നു. നർമ്മത്തിന്റെയും മുൻകോപത്തിന്റെയും സൂക്ഷ്മാംശങ്ങൾ വരെ ഗാരി ഓൾഡ്മാൻ ഒപ്പിയെടുത്തു. പശ്ചാത്തല സംഗീതവും 1940 ഗതാഗത വാർത്താവിനിമയ സംവിധാനവുമെല്ലാം കൃത്യമായി സിനിമയിൽ കാണിച്ചിരിക്കുന്നു.